Major schools of psychology: structuralism, functionalism, psychodynamic behaviorism, humanistic, cognitive psychology, socio-cultural psychology. Different schools of psychology: cognitive psychology studies mental processes. Humanistic psychology focuses on individual free will. Psychoanalysis studies unconscious mind. Behaviorism focuses on observable behavior. Gestalt psychology studies the mind and behavior as a whole. Behaviorism is a school of psychology that emphasizes the study of observable behavior rather than internal mental processes. It suggests that behavior is learned through conditioning and is influenced by the environment. Behaviorists believe that behavior can be shaped and modified through reinforcement and punishment. ആന്തരിക മാനസിക പ്രക്രിയയേക്കാൾ നിരീക്ഷിക്കാവുന്ന പെരുമാറ്റം പഠിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മനഃശാസ്ത്രത്തിൻ്റെ ഒരു വിദ്യാലയമാണ് ബിഹേവിയറൽ സൈക്കോളജി. പെരുമാറ്റം കണ്ടീഷനിങ്ങിലൂടെ പഠിക്കുകയും പരിസ്ഥിതിയെ സ്വാധീനിക്കുകയും ചെയ്യുന്നുവെന്ന് ഇത് സൂചിപ്പിക്കുന്നു. പെരുമാറ്റ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ റീഇൻഫോഴ്സ്മെൻറ്റ് ആൻഡ് പണിഷ്മെൻറ്റിലൂടെ പെരുമാറ്റം രൂപപ്പെടുത്താനും പരിഷ്കരിക്കാനും കഴിയും. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ അനുഭവങ്ങളുടെയും മുൻകാലങ്ങളിൽ നാം അഭിമുഖീകരിച്ച അനന്തരഫലങ്ങളുടെയും ഫലമാണെന്ന് ബിഹേവിയറിസ്റ്റ് സൈക്കോളജിസ്റ്റ് വിശ്വസിക്കുന്നു. വ്യക്തികൾ അവരുടെ പരിസ്ഥിതിയിൽ സ്റ്റിമുലസിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നും വിവിധ സാങ്കേതിക വിദ്യകളിലൂടെ ആ റെസ്പോൺസുകൾ എങ്ങനെ മാറ്റാം അല്ലെങ്കിൽ പരിഷ്കരിക്കാം എന്നും പഠിക്കേണ്ടതിൻ്റെ പ്രാധാന്യം അവർ ഊന്നിപ്പറയുന്നു. J.B. Watson, father of behaviorism. Behaviorism is that objective branch of science where measurability and observability of human behaviors are important aspects. Structuralism was the first school of psychology and focused on breaking down mental processes into the most basic components. William Wundt, the father of structuralism, opened the world's first psychological laboratory in Leipzig in 1879. Edward Teichner, Weber, Fechner are some of the notable structuralists. സ്ട്രക്ചറലിസം മനഃശാസ്ത്രത്തിൻ്റെ ആദ്യ വിദ്യാലയമായി കണക്കാക്കപ്പെടുന്നു. മാനസിക പ്രക്രിയകളെ അവയുടെ ഏറ്റവും അടിസ്ഥാന ഘടകങ്ങളായി വിഭജിക്കുന്നതിൽ അത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഘടനാവാദത്തിൻ്റെ പിതാവ് എന്ന് വിളിക്കുന്ന വില്യം വുണ്ട് 1879 ജർമ്മനിയിലെ ലിപ്സിങ്ങിൽ ലോകത്തിലെ ആദ്യ മനഃശാസ്ത്ര ലബോറട്ടറി സ്ഥാപിച്ചു. ആത്മപരിശോധനയിലൂടെ വ്യക്തികൾക്ക് അവരുടെ ബോധപൂർവമായ അനുഭവങ്ങൾ നിരീക്ഷിക്കാനും റിപ്പോർട്ട് ചെയ്യാനും കഴിയുമെന്ന് വില്യം വൂണ്ട് വിശ്വസിച്ചു. വൂണ്ടിൻ്റെ വിദ്യാർത്ഥികളിൽ ഒരാളായ എഡ്വേർഡ് ടീച്ച്നർ സ്ട്രക്ചറലിസം കൂടുതൽ വികസിപ്പിക്കുകയും സംവേദനങ്ങൾ, വികാരങ്ങൾ, ധാരണകൾ എന്നിവ വിശകലനം ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം ഊന്നി പറയുകയും ചെയ്തു. മനഃശാസ്ത്രത്തിൻ്റെ ആദ്യകാലങ്ങളിൽ അതിൻ്റെ സ്വാധീനമുണ്ടായിട്ടും ഘടനാവാദം ഒടുവിൽ പ്രവർത്തനപരവും പെരുമാറ്റവാദവും പോലുള്ള മറ്റ് സമീപനങ്ങളിലേക്ക് വഴിമാറി. Functionalism. William James rejects structuralism, influenced by Darwin. Functionalism, theory of mental life and behavior that is concerned with how an organism uses its perceptual abilities to function in its environment. Functionalists wanted to the whole system of mental processes rather than focusing on the tiny elements of consciousness. Functionalism also emphasized the individual differences which had a profound impact on education.
അമേരിക്കൻ തത്വചിന്തകനും മനഃശാസ്ത്രജ്ഞനുമായ വില്യം ജെയിംസ് 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലും മനഃശാസ്ത്ര മേഖലയെ രൂപപ്പെടുത്തുന്നതിൽ ഒരു സുപ്രധാന പങ്ക് വഹിച്ചു. നിലവിലുള്ള ഘടനാപരമായ സമീപനം നിരസിച്ചുകൊണ്ട് ജെയിംസ് ഫങ്ഷണലിസത്തിന്റെ സിദ്ധാന്തം വികസിപ്പിച്ചെടുത്തു. ചാൾസ് ഡാർവിൻ്റെ ആശയങ്ങളാൽ സ്വാധീനിക്കപ്പെട്ട ജെയിംസ് മനസ്സിനെ അതിൻ്റെ ഉദ്ദേശവുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടതിൻ്റെ പ്രാധാന്യവും അവരുടെ ചുറ്റുപാടുകളുമായി പൊരുത്തപ്പെടാനുള്ള വ്യക്തിയുടെ കഴിവും തിരിച്ചറിഞ്ഞു. ജെയിംസ് നിർദ്ദേശിച്ച ഫങ്ഷണലിസം മാനസിക പ്രക്രിയയുടെ മുഴുവൻ സംവിധാനത്തെയും ഒറ്റപ്പെട്ട ഘടകങ്ങളായി വിഭജിക്കുന്നതിനേക്കാൾ പഠിക്കാൻ ഊന്നൽ നൽകി. ഫങ്ഷണലിസത്തിന്റെ പ്രധാന വശങ്ങളിലൊന്ന് വ്യക്തിഗത വ്യത്യാസങ്ങളിൽ ഊന്നൽ നൽകുക എന്നതാണ്. വില്യം ജെയിംസിന്റെ ആശയങ്ങളും പ്രവർത്തനപരമായ സമീപനവും മനഃശാസ്ത്ര മേഖലയിൽ ശാശ്വതമായ സ്വാധീനം ചെലുത്തി. Sigmund Freud, Psychoanalytical Theory, one of the founding fathers of the psychoanalytical school of psychology, also the father of psychoanalysis, the mentor of famous Swiss psychiatrist Carl Jung. Psychoanalytical theory stresses the importance of the unconscious mind on our behavior. സിഗ്മണ്ട് ഫ്രോയിഡ് വികസിപ്പിച്ചെടുത്ത സൈക്കോ അനലിറ്റിക്കൽ തിയറി നമ്മുടെ ചിന്തകൾ, വികാരങ്ങൾ, പെരുമാറ്റങ്ങൾ എന്നിവ രൂപപ്പെടുത്തുന്നതിൽ അബോധ മനസ്സിന്റെ പങ്ക് ഊന്നി പറയുന്ന ഒരു മനഃശാസ്ത്ര വിദ്യാലയമാണ്. ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ അബോധ മനസ്സിൽ ചിന്തകളും ഓർമ്മകളും ആഗ്രഹങ്ങളും അടങ്ങിയിരിക്കുന്നു. അവ ബോധപൂർവം ആക്സസ് ചെയ്യാൻ കഴിയാത്തതും എന്നാൽ നമ്മുടെ പെരുമാറ്റത്തെ സ്വാധീനിക്കുന്നതും ആണ്. അബോധ മനസ്സിനെ പരിവേഷണം ചെയ്യുന്നതിനും അബോധാവസ്ഥയിലുള്ള സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിനും ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു ചികിത്സാ സമീപനമാണ് സൈക്കോ അനാലിസിസ് എന്ന ആശയം ഫ്രോയിഡ് അവതരിപ്പിച്ചത്. സ്വപ്ന വിശകലനം, സ്വതന്ത്ര കൂട്ടുകെട്ട്, പ്രതീകാത്മക സ്വഭാവങ്ങളുടെ വ്യാഖ്യാനം തുടങ്ങിയ സാങ്കേതിക വിദ്യയിലൂടെ അടിച്ചമർത്തപ്പെട്ട ചിന്തകളെയും വികാരങ്ങളെയും ബോധപൂർവമായ അവബോധത്തിലേക്ക് കൊണ്ടുവരാനും വ്യക്തിഗത വളർച്ചയും മാനസിക ക്ഷേമവും പ്രോത്സാഹിപ്പിക്കാനും സൈക്കോ അനാലിസിസ് തിയറി ശ്രമിക്കുന്നു. ഫ്രോയിഡ് സൈക്കോ അനലിറ്റിക് തിയറി, പേഴ്സണാലിറ്റി സ്ട്രക്ചർ. Pleasure seeking principle, ego, reality principle, gratify the ID in realistic ways. മനസ്സിന്റെ അവബോധ അവസ്ഥയെ പ്രതിനിധീകരിക്കുന്നു. അത് ആനന്ദ തത്വത്താൽ നയിക്കപ്പെടുന്നു. അത് ആഗ്രഹങ്ങളുടെ ഉടനടി സംതൃപ്തി തേടുകയും അടിസ്ഥാന സഹജാവബോധങ്ങളിലും പ്രേരണകളിലും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഈഗോ, ഇതിനും സൂപ്പർ ഈഗോയ്ക്കും ഇടയിലുള്ള എക്സിക്യൂട്ടീവ് മീഡിയേറ്ററായി ഈഗോ പ്രവർത്തിക്കുന്നു. അത് ബോധമനസ്സിൽ പ്രവർത്തിക്കുകയും ബാഹ്യലോകത്തിൻ്റെ നിയന്ത്രണങ്ങൾ കണക്കിലെടുത്ത് യഥാർത്ഥ തത്വത്തെ പിന്തുടരുകയും ചെയ്യുന്നു. ഇതിൻ്റെ ആഗ്രഹങ്ങളെ സൂപ്പർ ഈഗോ നിശ്ചയിച്ചിട്ടുള്ള ധാർമ്മികവും സാമൂഹികവുമായ മാനദണ്ഡങ്ങളുമായി സന്തുലിതമാക്കാൻ ഈഗോ സഹായിക്കുന്നു. സൂപ്പർ ഈഗോ 4 മുതൽ 5 വയസ്സ് പ്രായമാകുമ്പോൾ വികസിക്കുകയും ആന്തരികമായ ആദർശങ്ങളെയും സാമൂഹിക മാനദണ്ഡങ്ങളെയും പ്രതിനിധീകരിക്കുകയും ചെയ്യുന്നു. ഇത് ധാർമ്മിക മനസാക്ഷിയുടെ ശബ്ദമായി വർത്തിക്കുന്നു. ധാർമ്മിക നിയമങ്ങളും ആദർശങ്ങളും നടപ്പിലാക്കുന്നു. ഈ മാനദണ്ഡങ്ങളിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ പലപ്പോഴും കുറ്റബോധമോ നാണക്കേടിൻ്റെയോ വികാരങ്ങളിലേക്ക് നയിക്കുന്ന ധാർമ്മിക പരിഗണനകളെ അടിസ്ഥാനമാക്കുന്ന പെരുമാറ്റത്തെയും തീരുമാനങ്ങൾ എടുക്കുന്നതിനെയും സൂപ്പർ ഈഗോ നയിക്കുന്നു. മൊത്തത്തിൽ ഫ്രോയിഡിന്റെ മനോവിശ്ലേഷണ സിദ്ധാന്തം സൂചിപ്പിക്കുന്നത് ഈഗോ, സൂപ്പർ ഈഗോ എന്നിവ തമ്മിലുള്ള പരസ്പര ബന്ധം ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുകയും അവരുടെ ചിന്തകൾ, പെരുമാറ്റം, പ്രചോദനം എന്നിവയെ സ്വാധീനിക്കുകയും ചെയ്യുന്നു. ഈഗോ, എക്സിക്യൂട്ടീവ് മീഡിയേറ്റർ, കോൺഷ്യസ് മൈൻഡ്, പ്രീ കോൺഷ്യസ്, ഔട്ട്സൈഡ് അവയർനെസ് ബട്ട് accessible. സൂപ്പർ ഈഗോ, ഇന്റേണലൈസ്ഡ് ഐഡിയൽസ്. unconscious psychic energy, unconscious mind. Humanistic psychology emerged in the US in the 1950s as a result of the work by Abraham Maslow and Carl Rogers. It was formed as many psychologists noted the limitations of behaviorist and psychodynamic approaches. Therefore, it is often known as the third force in psychology. It represents a challenge to both behaviorism and psychodynamic.
Psychology is unlike most other approaches which are deterministic. The humanistic approach looks at free will and the individual as a holism. It emphasizes the importance of the individual striving towards personal growth and fulfillment. The humanistic school of psychology is a psychological perspective that emphasizes the inherent goodness and potential for growth in individuals. Humanistic psychology emerged as a response to the limitations of behaviorism and psychoanalysis, which were dominant school of thought at the time. It sought to shift the focus from studying abnormal behavior and unconscious processes to exploring the positive aspects of human nature and promoting personal development. One of the key concepts in humanistic psychology is self-actualization, which refers to the innate drive for individuals to fulfill their highest potential and become the best version of themselves. Humanistic psychologists believe that individuals have an innate capacity for personal growth and strive towards self-improvement and self-fulfillment. Humanism in psychology. Humanistic psychology, also known as Third Force, started in the 1950s. This perspective grew largely out of frustration with both behaviorism and psychoanalysis. It is a psychological perspective that emphasizes the study of the whole person. Humanistic psychologists look at human behavior not only through the eyes of the observer but through the eyes of the person doing the behaving. 1950കളിൽ ബിഹേവിയറിസ്റ്റിനും സൈക്കോ അനാലിസിസ് സ്കൂളുകൾക്കും എതിരെ പ്രതികരണമായി ഹ്യൂമനിസം ഉയർന്നു വന്നു. വ്യക്തികളെ അവരുടെ പെരുമാറ്റത്തിലേക്കോ അബോധാവസ്ഥയിലേക്കോ കുറയ്ക്കുന്നതിന് പകരം വ്യക്തികളെ മുഴുവനായി മനസ്സിലാക്കുന്നതിനാണ് ഹ്യൂമനിസം ഊന്നൽ നൽകിയത്. മാനവിക ഹ്യൂമനിസ്റ്റ് സൈക്കോളജിസ്റ്റ് സബ്ജക്റ്റീവായിട്ടുള്ള അനുഭവങ്ങൾ, വ്യക്തിഗത വളർച്ച, വ്യക്തിയുടെ അന്തർലീനമായ നന്മ, കഴിവ് എന്നിവ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അവരുടെ ബോധപൂർവമായ ചിന്തകൾ, വികാരങ്ങൾ, അഭിലാഷങ്ങൾ എന്നിവ മനഃശാസ്ത്രപരമായ പ്രതിഭാസങ്ങൾ മനസ്സിലാക്കുന്നതിനുള്ള അവിഭാജ്യ ഘടകമായി കണക്കാക്കിക്കൊണ്ട് വ്യക്തിയുടെ കാഴ്ചപ്പാടിൽ നിന്ന് അവർ മനുഷ്യൻ്റെ പെരുമാറ്റത്തെ വീക്ഷിക്കുന്നു. ഈ വീക്ഷണം വ്യക്തിപരമായ ശാക്തീകരണം, സ്വയം യാഥാർത്ഥ്യമാക്കൽ, ഒരാളുടെ മുഴുവൻ കഴിവുകളുടെയും സാക്ഷാത്കാരം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിന് ശ്രമിക്കുന്നു. Gestalt psychology. Gestalt psychology was born in Germany and it was founded by Max Wertheimer. Major proponents of this school is Kurt Kafka, Wolfgang Kohler, Kurt Lewin. Gestalt is a German word which means configuration or organized whole. Gestalt psychologists emphasized the role of configuration or organization in the perceptual field and highlight the role of insight and understanding in learning. ഗസ്റ്റാൾട്ട് സ്കൂൾ ഓഫ് സൈക്കോളജി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ എങ്ങനെ മനസ്സിലാക്കുന്നു, മാത്രമല്ല വ്യക്തിഗത ഭാവങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഘടകങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്ന ബന്ധങ്ങളും പാറ്റേണുകളും നമ്മുടെ ധാരണയെ സ്വാധീനിക്കുന്നു എന്ന് അത് ഊന്നി പറയുന്നു. ഉദാഹരണം, ഒരു പെയിൻറ്റിംഗ് നോക്കുന്നു എന്ന് സങ്കല്പിക്കുക. ഗസ്റ്റാൾട്ട് സമീപനം സൂചിപ്പിക്കുന്നത് നമ്മൾ വ്യക്തിഗത നിറങ്ങൾ, ബ്രഷ് സ്ട്രോക്കുകളോ ഒന്നും വെവ്വേറെ കാണുന്നില്ല, പകരം വിഷയം, രചന, അത് ഉണർത്തുന്ന വികാരങ്ങൾ എന്നിവ തിരിച്ചറിഞ്ഞ് പെയിൻറ്റിങ്ങിനെ മൊത്തത്തിൽ മനസ്സിലാക്കുന്നു. ഒരു മെലഡിയെ നമ്മൾ എങ്ങനെ തിരിച്ചറിയുന്നു എന്നതാണ് മറ്റ് ഒരു ഉദാഹരണം. നമ്മളൊരു പാട്ട് കേൾക്കുമ്പോൾ ഓരോ കുറിപ്പും പ്രത്യേകം പ്രോസസ്സ് ചെയ്യില്ല, പകരം പാറ്റേണും അതിൻ്റെ താളവും തിരിച്ചറിഞ്ഞുകൊണ്ട് മെലഡിയെ മൊത്തത്തിൽ മനസ്സിലാക്കുന്നു. രണ്ട് സാഹചര്യങ്ങളിലും നമ്മൾ ധാരണ വ്യക്തിഗത ഘടകങ്ങളെ അടിസ്ഥാനമാക്കി മാത്രമല്ല, അവ എങ്ങനെ സമ്മേളിച്ച് അർത്ഥവത്തായ ഒരു മൊത്തത്തിൽ രൂപപ്പെടുത്തുന്നു എന്നതിനെ ഗസ്റ്റാൾട്ട് സമീപനം എടുത്തു കാണിക്കുന്നു. Cognitive School of Psychology. Cognitive School of Psychology is a school of psychology that studies the mental processes, includes how people think, perceive, remember, and learn. As part of the larger field of cognitive science, the branch of psychology is related to other disciplines including neuroscience, philosophy, and linguistics. Cognitive psychology began to emerge during the 1950s, partly as a response to behaviorism. Critics of behaviorism noted that it failed to account for how internal processes impacted behavior. This period is sometimes referred to as cognitive revolution
as a wealth of research on topics such as information processing, language, memory, and perception that began to emerge. One of the most influential theories of this school of thought was the stages of cognitive development theory proposed by Jean Piaget. ജീൻ പിയാഷെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് തിയറിയുടെ ഘട്ടങ്ങൾ നിർദ്ദേശിച്ചു. ഇത് കോഗ്നിറ്റീവ് സ്കൂൾ ഓഫ് സൈക്കോളജിയിലെ ഏറ്റവും സ്വാധീനമുള്ള സിദ്ധാന്തങ്ങളിൽ ഒന്നാണ്. പിയാഷെ പറയുന്നതനുസരിച്ച് കുട്ടികൾ വൈജ്ഞാനിക വികാസത്തിൻ്റെ 4 വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു. നമ്പർ 1, സെൻസറി മോട്ടോർ, പ്രീ ഓപ്പറേഷണൽ, കോൺക്രീറ്റ് ഓപ്പറേഷണൽ, ഫോർമൽ ഓപ്പറേഷണൽ. പിയാഷെയുടെ സിദ്ധാന്തം കുട്ടികളുടെ പരിസ്ഥിതിയുമായി ഇടപഴകുന്നതിലൂടെ സ്വന്തം അറിവ് നിർമ്മിക്കുന്നതിൽ കുട്ടികളുടെ സജീവമായ പങ്ക് ഊന്നിപ്പറയുന്നു. വൈജ്ഞാനിക പ്രക്രിയകൾ, കോഗ്നിറ്റീവ് പ്രോസസ്സ് കാലക്രമേണ എങ്ങനെ വികസിക്കുകയും മാറുകയും ചെയ്യുന്നുവെന്ന് മനസ്സിലാക്കുന്നതിനുള്ള ഒരു ചട്ടക്കൂട് ഇത് നൽകി. Cognitive development theory. The theory of cognitive development explains how a child constructs a mental model of the world. Piaget disagreed with the idea that intelligence was a fixed trait and regarded cognitive development as a process which occurs due to biological maturation and interaction with the environment. കുട്ടികൾക്ക് വികസനപരമായി ഉചിതമായ പഠനാനുഭവങ്ങൾ നൽകേണ്ടതിൻ്റെ പ്രാധാന്യം അദ്ദേഹം എടുത്തു കാണിക്കുന്നു. പിയാഷെയുടെ പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ രീതിയിൽ കാര്യമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. കോഗ്നിറ്റീവ് സൈക്കോളജിയും ഡെവലപ്മെൻറ്റൽ സൈക്കോളജിയും ഉൾപ്പെടെയുള്ള മനഃശാസ്ത്രത്തിൻ്റെ മറ്റ് മേഖലകളെയും അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം സ്വാധീനിച്ചു. ചുരുക്കത്തിൽ ജീൻ പിയാഷെ തൻ്റെ വൈജ്ഞാനിക വികാസ സിദ്ധാന്തം പഠന പ്രക്രിയയിൽ കുട്ടികളുടെ സജീവമായ പങ്ക് ഊന്നിപ്പറയുന്ന ഘട്ടങ്ങളിലൂടെ കുട്ടികൾ അവരുടെ അറിവും ലോകത്തെക്കുറിച്ചുള്ള ഗ്രാഹ്യവും എങ്ങനെ വികസിപ്പിക്കുന്നുവെന്ന് മനസ്സിലാക്കുന്നതിനുള്ള ഒരു ചട്ടക്കൂട് നൽകുന്നു. സ്കൂൾ ഓഫ് കൺസ്ട്രക്റ്റിവിസം. Constructivism is basically a theory based on observation and scientific study and how people learn. It says that people construct their own understanding and knowledge of the world through experiencing things and reflecting on those experiences. When we encounter something new, we have to reconcile it with our previous ideas and experiences, maybe changing what we believe or maybe discarding the new information as irrelevant. In any case, we are active creators of our own knowledge. To do this, we must ask questions, explore, and assess what we know. ലോകത്തെക്കുറിച്ച് അവരുടെ സ്വന്തം ധാരണയും അറിവും നിർമ്മിക്കുന്നതിൽ വ്യക്തികളുടെ സജീവമായ പങ്ക് ഈ സിദ്ധാന്തം ഊന്നിപ്പറയുന്നു. കാര്യങ്ങൾ സജീവമായ അനുഭവങ്ങളെ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് പഠനം. അറിവ് നിർമ്മിക്കുന്നതിന് ചോദ്യം ചോദിക്കുക, ഇതിനകം അറിയാവുന്ന കാര്യങ്ങൾ വിലയിരുത്തുക, അന്വേഷിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്നു. ഈ പ്രക്രിയ പുതിയ വിവരങ്ങൾ മനസ്സിലാക്കാനും നിലവിലുള്ള മാനസിക ഘടനയിലേക്ക് അവയെ സമന്വയിപ്പിക്കുകയും ചെയ്യുന്നു. കൺസ്ട്രക്റ്റിവിസം സജീവമായ പഠനത്തിൻ്റെ പ്രാധാന്യം എടുത്തു കാണിക്കുകയും പഠിതാക്കളെ അവരുടെ സ്വന്തം പഠന പ്രക്രിയയിൽ സജീവമായി ഇടപെടാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. പഠിതാക്കൾക്ക് യഥാർത്ഥ ലോക പ്രശ്നങ്ങൾ പര്യവേക്ഷണം ചെയ്യാനും ഇടപഴകാനും മറ്റുള്ളവരുമായി സഹകരിക്കാനും അവരുടെ അനുഭവങ്ങൾ പ്രതിഫലിപ്പിക്കാനും അവസരങ്ങൾ നൽകണമെന്ന് നിർദ്ദേശിക്കുന്നു. വിദ്യാഭ്യാസ ക്രമീകരണത്തിൽ കൺസ്ട്രക്റ്റിവിസം പഠനരീതി, പ്രശ്നപരിഹാരം, വിമർശനാത്മക ചിന്ത എന്നിവയെ പ്രോത്സാഹിപ്പിക്കുന്ന അധ്യാപന രീതികളെ സ്വാധീനിച്ചിട്ടുണ്ട്. നേറ്റിവിസം. നോം ചോംസ്കി. Nativism is a philosophical position that the mind or brain has certain innate structures present which play a role in the creation of knowledge. Nativism implies that the brain has certain structures which play a role in the creation and development of knowledge and that part of this process is simply innate. Noam Chomsky is the main theorist associated with the nativist perspective. നേറ്റിവിസം ചില ആശയങ്ങൾ അല്ലെങ്കിൽ വൈജ്ഞാനിക കഴിവുകൾ പഠനത്തിലൂടെ നേടിയെടുക്കുന്നതിന് പകരം ജന്മസിദ്ധമാണെന്ന് സമർത്ഥിക്കുന്നു. പ്രമുഖ ഭാഷാ പണ്ഡിതനും വൈജ്ഞാനിക ശാസ്ത്രജ്ഞനുമായ നോം ചോംസ്കി തൻ്റെ സാർവത്രിക വ്യാകരണ സിദ്ധാന്തത്തിലൂടെ നേറ്റിവിസവുമായി അടുത്ത ബന്ധം പുലർത്തുന്നു. ഭാഷാ സമ്പാദനവും വികാസവും പ്രാപ്തമാക്കുന്ന വ്യാകരണ നിയമത്തെക്കുറിച്ചുള്ള സഹജമായ അറിവോടെയാണ് മനുഷ്യൻ ജനിക്കുന്നതെന്ന് നോം ചോംസ്കി വാദിക്കുന്നു. Principles of Nativism. Their view that certain skills or abilities are native or hard, wired into the brain at birth. They
stated that the brain has inborn capabilities for learning from the environment but does not contain content such as innate belief, blank slate, or tabula rasa view. The nativist theory is a biologically based theory which argues that humans are pre-programmed with the innate ability to develop language. They believed that specific beliefs or preferences are hardwired. ചില കഴിവുകൾ ജന്മനാ ഉള്ളതോ അല്ലെങ്കിൽ ജനന സമയത്ത് മസ്തിഷ്കത്തിലേക്ക് കടന്നു വന്നതോ ആയ വീക്ഷണം നേറ്റിവിസ്റ്റ് സിദ്ധാന്തങ്ങളുടെ കേന്ദ്രമാണ്. നിർദ്ദിഷ്ട പരിസ്ഥിതിക ഇൻപുട്ട് ആവശ്യമില്ലാത്ത തന്നെ ഭാഷാ സമ്പാദനം പോലുള്ള ചില കഴിവുകൾ വികസിപ്പിക്കുന്നത് മനുഷ്യർക്ക് സഹജമായ ജൈവഘടനാ സംവിധാനങ്ങൾ ഉണ്ടെന്ന് ഈ സിദ്ധാന്തം നിർദ്ദേശിക്കുന്നു. ഇത് ശൂന്യമായ സ്ലേറ്റ് അല്ലെങ്കിൽ ടാബുല രാസ വീക്ഷണവുമായി വിരുദ്ധമാണ്. ഇത് മനസ്സ് ശൂന്യമായി ജനിക്കുന്നുവെന്നും എല്ലാ അറിവും അനുഭവത്തിലൂടെ നേടുന്നുവെന്നും സൂചിപ്പിക്കുന്നു. നേറ്റിവിസ്റ്റ് സിദ്ധാന്തങ്ങൾ വാദിക്കുന്നത് മനുഷ്യർക്ക് പരിസ്ഥിതിയിൽ നിന്ന് വിവരങ്ങൾ പഠിക്കുന്നതിനും പ്രോസസ്സ് ചെയ്യുന്നതിനുമുള്ള സ്വതസിദ്ധമായ കഴിവുകൾ ഉണ്ടാകാമെങ്കിലും വിശ്വാസങ്ങളോ മുൻഗണനകളോ പോലുള്ള നിർദ്ദിഷ്ട ഉള്ളടക്കം മനുഷ്യർ മുൻകൂട്ടി ലോഡ് ചെയ്തിട്ടില്ല. പകരം ഈ സിദ്ധാന്തങ്ങൾ ഊന്നി പറയുന്നത് മസ്തിഷ്കത്തിൻ്റെ ഘടനയോ ജനിതക ഘടനയോ ചില വൈജ്ഞാനിക കഴിവുകൾ അല്ലെങ്കിൽ ഭാഷ പോലുള്ള പെരുമാറ്റങ്ങൾ കുറഞ്ഞ ബാഹ്യ നിർദ്ദേശങ്ങളോടെ വികസിപ്പിക്കുന്നത് പിന്തുണയ്ക്കുന്നു എന്നാണ്. ഈ വീക്ഷണം മനുഷ്യൻ്റെ അറിവിൻ്റെയും പെരുമാറ്റത്തിൻ്റെയും വശങ്ങൾക്ക് അടിസ്ഥാനപരമായ ഒരു ജൈവിക അടിത്തറ നിർദ്ദേശിക്കുന്നു. Contribution to education. Acquisition is innately determined that we are born with a built-in device of some kind that predisposes us to language acquisition. Children are biologically programmed for language acquisition. Human abilities and development are innate and hardwired at birth. By Noam Chomsky stating that children's brain containing a language acquisition device which hold the grammatical universals. നോം ചോംസ്കിയുടെ ഭാഷാ സിദ്ധാന്തം ഒരു ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് എന്ന ആശയത്തെ ചുറ്റിപ്പറ്റിയാണ്. ചോംസ്കിയുടെ അഭിപ്രായത്തിൽ ഭാഷ സ്വായത്തമാക്കാനുള്ള സഹജമായ ജൈവിക കഴിവും ആയാണ് കുട്ടികൾ ജനിക്കുന്നത്. തലച്ചോറിൻ്റെ ജൈവിക ഘടനയുടെ ഭാഗമായ ഒരു സാങ്കല്പിക ഘടന അല്ലെങ്കിൽ മെക്കാനിസമാണ് ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്. വ്യക്തമായ നിർദ്ദേശങ്ങളില്ലാതെ അവരുടെ മാതൃഭാഷകളുടെ വ്യാകരണവും ഘടനയും വേഗത്തിൽ ഫലപ്രദമായും പഠിക്കാൻ ഇത് ശിശുക്കളെ പ്രാപ്തരാക്കുന്നു. എല്ലാ മനുഷ്യ ഭാഷകളും പൊതുവായുള്ള സാർവത്രിക വ്യാകരണ തത്വങ്ങളിൽ അടങ്ങിയിട്ടുണ്ടെന്ന് ചോംസ്കി വാദിച്ചു. ഈ തത്വങ്ങൾ കുട്ടികളെ അവർ തുറന്നു കാട്ടുന്ന ഭാഷയുടെ നിർദ്ദിഷ്ട വ്യാകരണ നിയമങ്ങളും വാക്യഘടനകളും പഠിക്കുമ്പോൾ അവരെ നയിക്കുന്ന ഒരു ചട്ടക്കൂട് അല്ലെങ്കിൽ ടെംപ്ലേറ്റ് നൽകുന്നു. മനുഷ്യൻ്റെ ഭാഷാ സമ്പാദനം പാരിസ്ഥിതിക ഘടകങ്ങളെ മാത്രമല്ല ഭാഷ പഠിക്കാനും സംസ്കരിക്കാനും സഹായിക്കുന്ന സഹജമായ ജൈവിക സംവിധാനങ്ങളെയും ആശ്രയിക്കുന്നെന്ന് ഈ വീക്ഷണം സൂചിപ്പിക്കുന്നു. പോസിറ്റീവ് സൈക്കോളജി. Positive psychology is the scientific study of what makes life worth living, or scientific study of positive human functioning and flourishing on multiple levels that includes the biological, personal, relational, institutional, cultural and global dimensions of life. It is concerned with good life. Positive psychology began as a new domain of psychology in 1998 when Martin chose it as the theme for his term as president of American Psychological Association. പോസിറ്റീവ് സൈക്കോളജി യഥാർത്ഥത്തിൽ സംതൃപ്തവും അർത്ഥപൂർണവുമായ ജീവിതത്തിന് സംഭാവന ചെയ്യുന്നത് എന്താണെന്ന് മനസ്സിലാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. സന്തോഷം, ക്ഷേമം, ശക്തികൾ, ഗുണങ്ങൾ, മനുഷ്യ അനുഭവത്തിൻ്റെ വിവിധ തലങ്ങളിൽ മികച്ച പ്രവർത്തനം തുടങ്ങിയ വശങ്ങൾ പര്യവേക്ഷണം ചെയ്യുന്നു. 1998 അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ്റെ പ്രസിഡന്റായിരിക്കെ മാർട്ടിൻ സെലിഗ്മാൻ ഇത് ജനകീയമാക്കി. മാനസിക രോഗത്തെ ചികിത്സിക്കുക മാത്രമല്ല മനുഷ്യൻ്റെ പ്രവർത്തനത്തിൻ്റെ വിവിധ നല്ല വശങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിലേക്കുള്ള മനഃശാസ്ത്രത്തിൻ്റെ മാറ്റത്തെ ഇത് അടയാളപ്പെടുത്തുന്നു. ബിഹേവിയറിസം. ഫോക്കസ് ഓൺ വാട്ട് ദി ലേണർ ഡസ്, പ്രോപ്പർ റെസ്പോൺസ് ടു എ ഗിവൺ സ്റ്റിമുലസ് ഒബ്സർവബിൾ. കോഗ്നിറ്റിവിസം സ്കൂൾ ഓഫ് സൈക്കോളജി ഫോക്കസ് ഓൺ processing of information, how the learner organizes new information within pre-existing schema. Constructivism focus on how the learner interprets the new information and applies to their own reality. Learner is reactive. Here learner is proactive. In constructivism learner is proactive. കോഗ്നിറ്റിവിസത്തിലും
കൺസ്ട്രക്റ്റിവിസത്തിലും ലേണർ പ്രോ ആക്റ്റീവാണ്, ലേണർ സജീവമാണ്. ടൈപ്പ് ഓഫ് ലേണിംഗ്: ബേസിക് ഡെഫിനിഷൻ ആൻഡ് എക്സ്പ്ലനേഷൻ ഓഫ് കൺസെപ്റ്റ്, ജനറലൈസേഷൻ ആൻഡ് റീകോൾ. In cognitivism, type of learning, higher level reasoning and information processing, emphasize on memory organization. Constructivism, higher learning, higher level problem solving and critical analysis, emphasis on real world scenarios. Behaviorism, example, pre-test, comprehension check, facilitate learning through assessment that allow practice repetition. In cognitivism, corrective feedback, learning strategies like analogy, metaphor, concept mapping, remove irrelevant information. In constructivism, example, apprenticeship, clinics, collaborative learning, encourage application of new knowledge in a variety of contexts and perspectives.